ഇത് നമ്മൾ ഇപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ തോട്ടത്തിലുണ്ടായതാണ്. ഇനി കുറേ ഐറ്റങ്ങൾ വരാനുണ്ട്, കുറേ സൈസ് മുളകുകൾ വരാനുണ്ട്. ഇത് ഈ സാധാ മുളകാണത്. ഇത് ഇവിടുന്ന് വാങ്ങിച്ച തൈകളൊന്നുമില്ല. ഇത് ഞാൻ മലപ്പുറത്തുനിന്ന് വരുത്തിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ലോങ് മുളകാണ്. ലോങ് മുളക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നീളം വെക്കും. അതുപോലെ തന്നെ ഇത് ബജിയാണ്, ബജി മുളകാണ്. ഇതും ആയി വന്നോള് കുറച്ചും കൂടെ ആകാനുള്ള ഇതുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വലിപ്പം അത്. പിന്നെ അതുപോലെ തന്നെ ഈ വഴുതന ഇത് കൊല കുത്തി ഉണ്ടാകുന്ന ഹൈബ്രിഡാണിത്. ഇത് രണ്ടും ഹൈബ്രിഡാണ്. ഇത് കൊല കുത്തി ഉണ്ടാകുന്ന സാധനമാണത്. ഇപ്പോൾ അത് വലിപ്പമായിട്ടില്ല, കാരണം കൊമ്പ് ചാഞ്ഞു പോകുന്നതിൻ്റെ വേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ്. വലിപ്പം ഇതാണ്, ഈ സൈസാണ്. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് അത് ചെറുതായത്, കുറച്ചും കൂടെ വലുതാകും. അതുപോലെ തന്നെ ഇത് കാന്താരിയാണ്, കാന്താരി മുളക്, വെള്ളക്കാന്താരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കാന്താരി അല്ല. ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് നല്ല കൊല കുത്തി ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 10 ചെടിയോളം ഉണ്ട്. അതിലൊരു 5-8 വിളവായിട്ടുണ്ട്. ഇനി കുറേ വരാനുണ്ട്. നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ചെറിയ ഡ്രമ്മിലാണ്. അത് ഒരു 90ഓളം ഡ്രമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ്. അപ്പോൾ കുറേ കൂടെ കൃഷി കയറി വരാനുണ്ട്. അതിനകത്ത് കയറി വരുമ്പോൾ അത് കുറേ കൂടെ ഭംഗിയാകും. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറേയും കൂടെ വിളവെടുപ്പിൽ കുറേ കൂടെ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.